നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശനിയാഴ്ച വോട്ടെണ്ണുന്നു. ചങ്കിടിപ്പോടെ സ്ഥാനാർത്ഥികളുടെയും അനുയായികളുടെയും കാത്തിരിപ്പ് അവസാനിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. TCV ആസ്ഥാന മന്ദിരം ഡിസംബർ 14 റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആരവം അടങ്ങി. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 13 വോട്ടെണ്ണുകയാണ്. ഫലം അറിയുവാൻ ഓരോ സ്ഥാനാർത്ഥിയും ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുന്നത് ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിലാണ്. ശനിയാഴ്ച രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ തപാൽ വോട്ടുകൾ എണ്ണും. തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണലിനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമായിരിക്കും സ്ട്രോങ് റൂമുകളിൽ നിന്ന് ടേബിളുകളിൽ എത്തിക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നതിന് വരണാധികാരി, ഉപവരണാധികാരി, നിരീക്ഷകൻ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും. അവിടെ നിന്നും ഓരോ വാർഡിലെയും മെഷീനുകൾ കൗണ്ടിംഗ് ഹാളിലേക്ക് വോട്ടുകൾ എണ്ണാനായി കൊണ്ടുപോകും. വാർഡുകളുടെ ക്രമനമ്പർ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൗണ്ടിംഗ് ടേബിളിലും വെക്കുക. ഒരു വാർഡിലെ എല്ലാ മെഷീനുകളും ഒരു ടേബിളിൽ തന്നെ ആയിരിക്കും എണ്ണുക. സ്ഥാനാർത്ഥിയുടെയോ ഏജന്റിന്റെയോ സാന്നിധ്യത്തിലായിരിക്കും വോട്ടെണ്ണുക. ആദ്യ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നില ലഭിക്കും. തുടർന്ന് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ട് വിവരം കിട്ടും. ഓരോ ബൂത്തും എണ്ണിത്തീരുന്ന മുറയ്ക്ക് വോട്ടിംഗ് നില തത്സമയം അറിയുവാൻ കഴിയും. പോളിംഗ് കുറഞ്ഞത് വിജയ സാധ്യതകളെ ബാധിക്കില്ലെന്ന് 3 മുന്നണികളും ഒരേപോലെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ തീയാണ്. കോർപ്പറേഷൻ വോട്ടുകൾ എഞ്ചിനീയറിംഗ് കോളേജ് മിലേനിയം ഓഡിറ്റോറിയത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ എണ്ണും. വടക്കാഞ്ചേരി ബ്ലോക്കിലെ മച്ചാട് GHSS, ഒല്ലൂക്കര ബ്ലോക്കിലെ കുട്ടനല്ലൂർ അച്യുതമേനോൻ കോളേജിൽ എന്നിവിടങ്ങളിലാണ് എണ്ണുക. എന്തൊക്കെ ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾ പുറമേ പറഞ്ഞാലും കാണിച്ചാലും ഉള്ളിൽ തീയാണ്. പലരും വലിയ ടെൻഷൻ അനുഭവിക്കുന്നു. ഈ രാത്രി അവർക്ക് ഉറങ്ങുവാൻ കഴിയില്ല. കാളരാത്രിയായിരിക്കും. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വിധി എഴുതി. 72.07% പോളിംഗ് തെരഞ്ഞെടുപ്പ് ദിവസത്തെ പാണഞ്ചേരിയുടെ കണക്കുകൾ ഇങ്ങനെ. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 40,864 ആളുകളാണ് ഇക്കുറി 24 വാർഡുകളിൽ നിന്നായി സമ്മതിദാന അവകാശത്തിന് അർഹരായവർ. ഇതിൽ 19,192 പുരുഷന്മാരും 21,672 സ്ത്രീകളുമാണ് ഉള്ളത്. ഇതിൽ 29,449 തങ്ങളുടെ സമ്മതിദാന അവകാശം നിർവഹിച്ചു. ഇതിൽ 13,979 പുരുഷന്മാരും 15,470 സ്ത്രീകളും തങ്ങളുടെ സമ്മതിദാന അവകാശം നിർവഹിച്ചവരാണ്. പൊടിപ്പാറയാണ് പുതുതായി രൂപീകരിച്ച വാർഡ്. ഏറ്റവും കൂടുതൽ പോളിംഗ് വാർഡ് 8 കൊമ്പഴ 77.49%. ഏറ്റവും കുറവ് പോളിംഗ് വാർഡ് 14 പീച്ചിയിൽ 61.71%. വാർഡ് 1 പാണഞ്ചേരി ആകെ വോട്ട് 1635. പോൾ ചെയ്തത് 70.46%. വാർഡ് 2 ചെമ്പൂത്ര ആകെ വോട്ട് 1595. പോൾ ചെയ്തത് 1249%. 78.31%. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തിച്ചു. കൺട്രോൾ റൂമിൽ നിന്നും ജില്ലാ കളക്ടർ തത്സമയം പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ബൂത്തുകളുടെ പ്രവർത്തനങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ക്യാമറയിലൂടെ നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത് കൺട്രോൾ റൂം വഴിയായിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ 81 ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിരുന്നു. തൃശൂർ കോർപ്പറേഷനിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലും എരുമപ്പെട്ടി, മുള്ളൂർക്കര, ചേലക്കര പഞ്ചായത്തുകളിലുമുള്ള വിവിധ പോളിംഗ് ബൂത്തുകളിലും ജില്ലാ കളക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കൃഷ്ണകുമാർ, പോൾ മാനേജർ ആപ്പിന്റെ നോഡൽ ഓഫീസറായ ജില്ലാ ഇൻഫോർമാറ്റിക്സ് ഓഫീസർ കെ ജ്യോതി, വെബ് കാസ്റ്റിംഗ് ലൈവിന്റെ നോഡൽ ഓഫീസർ കേരള സ്റ്റേറ്റ് IT മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ, റവന്യൂ
അക്ഷയ പദ്ധതി, കെൽട്രോൺ, പോലീസ്, BSNL തുടങ്ങിയ വകുപ്പുകളിലെ 80ഓളം ഉദ്യോഗസ്ഥരെ കൺട്രോൾ റൂം പ്രവർത്തനത്തിനായി നിയോഗിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് തത്സമയ വിവരങ്ങൾ നൽകുന്നതിന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധന്റെ മേൽനോട്ടത്തിൽ PRDയുടെ ടീമും കൺട്രോൾ റൂമിൽ പ്രവർത്തിച്ചു. സുരക്ഷിതവും സുഗമവുമായ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെയും തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെയും നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാർ, ഇൻസ്പെക്ടർമാർ, സബ് ഇൻസ്പെക്ടർമാർ, SCPO, CPO, സ്പെഷ്യൽ പോലീസ് ഓഫീസർ, മറ്റ് യൂണിഫോം സേനയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സുരക്ഷാ ചുമതല കൈകാര്യം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തുടർഭരണമുണ്ടാകുമെന്ന് LDF. വിധി നാളെ വരാനിരിക്കെ ഏറ്റക്കുറച്ചിലുകളും കണക്കുകൂട്ടലുകളും വിലയിരുത്തിയാണ് LDF ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എക്കാലത്തെയും പോലെ LDFിലെ ഘടക സമവാക്യങ്ങളെ ഒത്തിണക്കി ചിട്ടയായ പ്രവർത്തനവും ഏകോപനവും കൊണ്ട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 3ാം വട്ടവും ഭരണത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ് LDF ക്യാമ്പ് പങ്കുവച്ചത്. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം LDFന് ലഭിക്കുമെന്നും LDF ഭരണത്തിൽ വരുമെന്നും LDFന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന VC സുജിത്തും ജിനേഷ് പീച്ചിയും പറഞ്ഞു. നല്ല വിജയപ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാണഞ്ചേരിക്കകത്തുള്ളത്. അത് ഇപ്പോ നമുക്കറിയാലോ, കഴിഞ്ഞ 2 തവണയായിട്ട് പാണഞ്ചേരി പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. തീർച്ചയായിട്ടും 3ാം വട്ടവും പാണഞ്ചേരി പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ശക്തമായ മത്സരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ശക്തമായ മത്സരത്തിന് ഒടുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിക്കും വാർഡുകളിൽ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തി വന്നിട്ടുള്ളത്. ഇപ്പൊ പോളിംഗ് ദിവസവും വളരെ ആർജവത്തോടു കൂടിയാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഓരോ വാർഡിനകത്തും ഇടപെട്ടിട്ടുള്ളത്. അവസാന LDF വോട്ടറെയും വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്പോ ഈ സമയത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടർച്ചയായി 3ാം വട്ടവും പാണഞ്ചേരി അധികാരത്തിൽ വരും എന്ന് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നമുക്കറിയാം, പാണഞ്ചേരി പഞ്ചായത്തിനകത്ത് നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനവും പൊതുയോഗവും അത് നമ്മുടെ വലിയ രീതിയിലുള്ള വിജയമായിരുന്നു. അത് 1000-ലധികം ആളുകൾ പങ്കെടുത്ത വലിയ ഒരു പരിപാടിയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലിയ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാർഡ് കൺവെൻഷനുകൾ വളരെ ജനപങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും LDFന്റെ ചിട്ടയായ പ്രവർത്തനം സംഘടിപ്പിച്ച് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കൂട്ടായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണത്തിൽ വരുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് KV ബിനു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവസാനിച്ച സാഹചര്യത്തിൽ 13ാം തീയതി വിധി വരാനിരിക്കെ ഏറ്റക്കുറച്ചിലുകളും കണക്കുകൂട്ടലുകളും വിലയിരുത്തി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. UDF പൂർണ്ണ വിജയം കൈവരിച്ച് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൽ വരുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് KV ബിനു പറഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും UDFന്റെ നേതൃത്വത്തിൽ മികവുറ്റ സ്ഥാനാർത്ഥി നിർണയവും ചിട്ടയായതും ഒറ്റക്കെട്ടായതുമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെന്നും കഴിഞ്ഞ 10 വർഷം LDFന്റെ ഏകാധിപത്യ ഭരണവും വികസന ഇല്ലായ്മയും ഈ ഘടകങ്ങളെല്ലാം കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കുമെന്നും ബിനു KV പറഞ്ഞു. ശനിയാഴ്ച UDFന്റെ ദിവസമാണെന്നും ബിനു KV കൂട്ടിച്ചേർത്തു. ഐക്യജനാധിപത്യ മുന്നണി വളരെ ശുഭപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനെതിരായി ഉള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. എല്ലാ പ്രവർത്തകരും വളരെ ആവേശത്തിലാണ്. നേതാക്കളുടെയും പ്രവർത്തകരെയും കൂട്ടായ ഒരു പ്രയത്നം തന്നെയായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. കൃത്യമായ ചിട്ടയുടെ അച്ചടക്കത്തോടും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യ മുന്നണി നേരിട്ടത്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കമ്മിറ്റി രൂപീകരിക്കുകയും ശ്രീ ഭാസ്കർ നാഥൻകാവിലാണ് അതിന് നേതൃത്വം കൊടുത്തത്. നേതാക്കൾ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഒരു ഫലം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ചിട്ടയായ പ്രവർത്തനം തന്നെയായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏകോപനം എന്ന് പറഞ്ഞത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു തന്നെയാണ് നമുക്കുള്ള. പാണഞ്ചേരി പഞ്ചായത്ത് ഭരണം തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6:30 മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 1972
കോൺഗ്രസ് ടിക്കറ്റിൽ മഹാരാഷ്ട്ര നിയമസഭാംഗമായതോടെയാണ് ശിവരാജ് പാട്ടീലിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് സംസ്ഥാന മന്ത്രിയായും സ്പീക്കറായും പ്രവർത്തിച്ച ശേഷം 1980 ലാത്തൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2004 വരെ ലാത്തൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 7 തവണ ലോക്സഭാംഗമായിരുന്നു. 1980 മുതൽ 1989 വരെ കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ചു. 1991 മുതൽ 1996 വരെ ലോക്സഭാ സ്പീക്കറായിരുന്നു ശിവരാജ് പാട്ടീൽ. 2004 തെരഞ്ഞെടുപ്പിൽ ലാത്തൂരിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും ആദ്യമായി പരാജയപ്പെട്ടു. തുടർന്ന് 2004 തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാംഗമായി. 2004 മുതൽ 2008 വരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. 2008 നവംബർ 26 മുംബൈയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ശിവരാജ് പാട്ടീലായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. മുംബൈ ഭീകരാക്രമണ സമയത്തെ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ വിവാദമായി. പിന്നീട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നു. TCV ജില്ലാ ആസ്ഥാന മന്ദിരം ഡിസംബർ 14 4 മണിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രസിഡന്റ് TD സുഭാഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷം വഹിക്കും. TCV ടവർ മന്ത്രി പി രാജീവും TV വിനോദ് കുമാർ, മെമ്മോറിയൽ ഹാൾ മന്ത്രി ആർ ബിന്ദുവും ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, CPI ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ട്രഷറർ ബിന്ദു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, മലയാളം ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ്, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടെ, KCCL MD PP സുരേഷ് കുമാർ, KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, TCV ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ചെയർമാൻ ആലപ്പാട്ട് മണികണ്ഠൻ, മാനേജിംഗ് ഡയറക്ടർ PB സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശ്ശൂർ ജില്ലാ ആസ്ഥാന മന്ദിരമായിട്ടുള്ള TCV ടവറിന്റെ ഉദ്ഘാടനമാണ് ഡിസംബർ 14 4 മണിക്ക് ഹോട്ടൽ മെർലിനിൽ വെച്ച് നടക്കുന്നത്. കേരളത്തിലെ നമ്പർ 1 കമ്പനിയായിട്ടുള്ള കേരള വിഷന്റെ ജില്ലയിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് കേരള വിഷൻ. കഴിഞ്ഞ 10-25 വർഷമായി വാടക കെട്ടിടത്തിലാണ് കേരള വിഷന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ അസോസിയേഷൻ്റെ കീഴിലുള്ള തൃശ്ശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനി, തൃശ്ശൂർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി, അത്തരത്തിലുള്ള കമ്പനികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികളുടെ ഒരു ആസ്ഥാന മന്ദിരം ഒറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. കഴിഞ്ഞ 4-5 വർഷമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ജില്ലയിലെ 600ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു ഷെയർ സമാഹരണത്തിലൂടെയാണ് നമുക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂർ പൂത്തോട് എക്സൈസ് അക്കാദമിക്ക് മുൻവശത്തായിട്ട് 22,000 സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത TCV ടവറിൻ്റെ ഉദ്ഘാടനമാണ് 14 നടക്കുന്നത്. അപ്പോൾ ആ ടവറിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള P രാജീവാണ്. അതോടൊപ്പം കേരള വിഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം അത് ഉദ്ഘാടനം ചെയ്യുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള K രാജനാണ്. കൂടാതെ ഈ തൃശ്ശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സിൻ്റെ ഫിനാൻസ് ഡയറക്ടറും അതുപോലെ തന്നെ കേരള വിഷൻ്റെ ചെയർമാനും ഒക്കെയായി പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹപ്രവർത്തനായിട്ടുള്ള TV വിനോദ് കുമാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഹാള് കടന്നു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ TV വിനോദ് കുമാർ മെമ്മോറിയൽ ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ ആർ ബിന്ദുവാണ്. MLA നമ്മുടെ ബാലന്റെ അധ്യക്ഷത വഹിക്കും. COയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ KCCLന്റെ ചെയർമാൻ MD, മലയാളം ന്യൂസ് 24/7 മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖ് തുടങ്ങി സംഘടനയുടെയും അതുപോലെ തന്നെ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാ CPM, അതുപോലെ കോൺഗ്രസ്, BJP, CPI തുടങ്ങിയിട്ടുള്ള പാർട്ടികളുടെ ജില്ലാ സെക്രട്ടറിമാരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ജില്ലയിലെ 600ഓളം വരുന്ന ഓപ്പറേറ്റർമാർ, അവരുടെ കുടുംബാംഗങ്ങളൊക്കെയാണ് ഇതിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് പങ്കെടുക്കുന്നത്. ആ പരിപാടിയിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കുകയാണ്. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. തുടർന്ന് അവിടെ ഏഷ്യാനെറ്റ് ഒരു
മെഗാ ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത്. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സ് സംഘടിപ്പിക്കുന്ന 14ാമത് തൃശൂർ വാക്കത്തോൺ ഡിസംബർ 14 ഞായറാഴ്ച രാവിലെ 6:30 ചേംബർ ഓഫീസിൽ നിന്നും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TS പട്ടാഭിരാമൻ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാക്കത്തോൺ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ സമാപിക്കും. സമാപന സമ്മേളനം KAP 2 ബറ്റാലിയൻ കമാൻഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്യും. TS പട്ടാഭിരാമൻ അധ്യക്ഷം വഹിക്കും. പങ്കെടുക്കുന്നവർക്ക് ടീഷർട്ടും തൊപ്പിയും നൽകും. കുടിവെള്ളം, ഓറഞ്ച്, സ്നാക്സ്, സമാപന സ്ഥലത്ത് പ്രാതൽ തുടങ്ങിയവ ഉണ്ടാകും. മടക്ക യാത്രയ്ക്ക് വാഹന സൗകര്യവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ഡോളി തോമസ് കവലക്കാട്ട്, വർഗീസ് മാളിയേക്കൽ, ടോഫി നെല്ലിശ്ശേരി, ജോസ് പുതുക്കാടൻ, അമിത് രാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകരയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 17.5 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. പ്രതി റിമാൻഡിലേക്ക്. കൊടകര സ്റ്റേഷൻ പരിധിയിലെ പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ നെല്ലായി വില്ലേജ് പന്തല്ലൂർ സ്വദേശി ചേതമംഗലത്ത് വീട്ടിൽ പോട്സൺ എന്നയാളെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ഡിസംബർ 11 ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 17.5 ലിറ്ററോളം വിദേശ മദ്യം പിടികൂടിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, SI കൃഷ്ണപ്രസാദ്, GASI ഷീബ, GSCPOമാരായ അജി, സജീഷ് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
കേരള വാർത്ത കേരള പ്രണാമം ഡെയിലി സർഗസാഹിതി പുരസ്കാരം ഡോക്ടർ PV ഋഷികേശിനും സുരേഷ് പാർലിക്കാടിനും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1, 2, 3 സ്ഥാനക്കാർക്ക് 10,000, 7,500, 500 രൂപയും പ്രശസ്തി പത്രവും നൽകും. ഡിസംബർ 20 ശനിയാഴ്ച 3 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ CJ അശോകൻ, ബാബു ഷൺമുഖ ജോസഫ്, ശ്രീദേവി അമ്പലപുരം, കൃഷ്ണകുമാർ മാപ്രാണം, ബഹ്റുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച സോണിയ ജ്വല്ലറി ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തുള്ള ഭീമ ടവറിലേക്ക് മാറിയതിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ നിർവഹിച്ചു. ആധുനിക കാലഘട്ടത്തിനനുസരിച്ചാണ് നവീകരിച്ച സോണിയ ജ്വല്ലറി പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. 1993 ഹരിശ്രീ കുറിച്ച സോണിയ ജ്വല്ലറി ജനഹൃദയങ്ങളിൽ വിശ്വാസമർപ്പിച്ച ജ്വല്ലറിയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയാണ് ഈടാക്കുന്നത്. 1 ഗ്രാം മുതൽ വിവിധ ഇനം സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ ഇവിടെ ലഭ്യമാണ്. പണയത്തിനിരിക്കുന്നത് വിൽക്കുവാനും സഹായിക്കുന്നു. സഞ്ജയ് സേഠ്, ആകാശ് സേഠ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് അന്ന് മുതൽ വന്ന പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ തുടക്കം കുറിച്ചത് ഈ സ്വർണം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആസിഡ് ചെയ്യുന്ന പരിപാടിയായിട്ടാണ്. അന്ന് സേട്ടുമാർ മാത്രമാണ് അത് ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ ആസിഡിങ് ആണ് ഇവരെ തുടക്കം കുറിച്ചത്. വളരെ വിശ്വസ്തമായ ആൾക്കാർക്കാണ് ഞങ്ങളന്ന് ആസിഡ് ചെയ്യാൻ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എത്ര ടച്ച് കിട്ടും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ കാര്യത്തിൽ വളരെയധികം വിശ്വസ്തനായി പ്രവർത്തിച്ച 2-3 ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ സേട്ടു. അങ്ങനെ സേട്ടു ഇവിടുത്തെ എല്ലാവരും വിശ്വാസം പിടിച്ചെടുക്കുകയും ബിസിനസ് ഒന്നിനൊന്ന് മെച്ചപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് ആസിഡിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം സേട്ടു സ്ഥലങ്ങൾക്ക് മേടിച്ചു. ഞാൻ മേടിച്ച സ്ഥലമാണ് ഇപ്പം സേട്ടു വീടായിട്ട് അവിടെ ഇരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ മേടിച്ച് അത് സേട്ടുവിന് വിറ്റ്, ഞാനും സേട്ടും കൂടി എടുത്തതാണ്. അത് ഞാൻ സേട്ടുവിന് കൊടുത്തു. അങ്ങനെ സേട്ടു ഇപ്പോൾ അവിടെ വീടൊക്കെ വെച്ച് ഇവിടെ സ്ഥിരമായി. അതിനുശേഷം സേട്ടു ഇപ്പം ഇവിടെ സ്വന്തമായിട്ട് ജ്വല്ലറി തുടങ്ങി. ഇപ്പം കുറേയും കൂടി വിപുലമായ ഒരു ഷോറൂം ഇവിടെ വന്നിരിക്കുകയാണ്. കാരണം സോണിയുടെ സ്ഥലത്തായിരുന്നു, അതിപ്പോൾ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ സേട്ടുവിന് ഇത് പറഞ്ഞപ്പോൾ സേട്ടു അത് ഒഴിയുകയും ഇന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സേട്ടു മാറുകയും ചെയ്തു. കൂടാതെ ഫിനാൻസ് രംഗത്ത് സേട്ടു ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും കണ്ടല്ല, നേരത്തെ സൂചിപ്പിച്ചമാതിരി നമ്മുടെ ആകാശ് മിടുക്കനായ പയ്യനാണ്. അവനെ സംബന്ധിച്ച് അവൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം മുതലേ ഈ മേഖലയിൽ അവൻ വരികയും സ്വർണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൻ അത് മനസ്സിലാക്കുകയും ചെയ്തു. സേട്ടുവിനെ സംബന്ധിച്ച് സേട്ടു ഇപ്പോൾ ബോംബെയിലേക്ക് പോകണമെന്ന് പറയുന്നത് കാരണം അച്ഛനൊക്കെ അവിടെയാണ്, അവരുടെ കുടുംബമൊക്കെ അവിടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സേട്ടുവിനെ സംബന്ധിച്ച് അവിടെ ആണ്. മോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ 2 ആൾക്കാരും നല്ല ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു. ഒരാൾ ഡോക്ടർ, മറ്റേ ആള് PhD ചെയ്യുന്നു. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ വളരെ ഉയർന്ന വിദ്യാഭ്യാസം മക്കൾക്കൊക്കെ കൊടുത്തു. മകനും ഇതേമാതിരി തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്. അങ്ങനെ സേട്ടുവിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന മാക്സിമം സേട്ടു മക്കൾക്കായിട്ട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായ ബിസിനസ് വളരെ നൽകുന്നു. അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വുമൺ എൻ്റർപ്രീണർ എന്ന രീതിയിൽ നമുക്ക് പറയാം. സേട്ടുവിൻ്റെ വൈഫ് എന്നും വലം കൈയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ അവർ ബേക്കറി തുടങ്ങി. ബേക്കറിയിലും ഈ സ്വർണ്ണപീടികയിലും ഒക്കെ തന്നെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫാമിലി മൊത്തം തന്നെ ഒരു ബിസിനസ് ഫാമിലിയായി വരികയും മറ്റ് വ്യാപാരികൾക്കൊക്കെ മാതൃകയാകാവുന്ന രീതിയിൽ. കാരണം എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു നാട്ടിൽ വന്ന് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചെടുത്തുകൊണ്ട് ഇത്രയും വിപുലമായൊരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരാ രീതിയിൽ ജനങ്ങളുടെ അടുത്തുള്ള വിശ്വസ്തത നേടിക്കൊണ്ടാണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണ ഫീൽഡിൽ തന്നെ ഭയങ്കര മാറ്റം വന്നിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ചെയ്തിരിക്കുന്നത് 22 എന്നുള്ളത് 18 ക്യാരറ്റിലേക്ക് ഇപ്പോൾ സ്വർണം എല്ലാവരും വിൽപ്പന നടത്തുന്നു. അപ്പോൾ റേറ്റ് സ്വാഭാവികമായിട്ട് കുറയും. പക്ഷേ അതിൽ തന്നെ 18 ക്യാരറ്റിന് ഹോൾമാർക്ക് ഉണ്ട്. ആര് മേടിക്കുകയാണെങ്കിലും 21 ആണോ 18 ആണോ 22 ആണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഹോൾമാർക്കിംഗ് എല്ലാത്തിലും ഉണ്ടാവും. അതേമാതിരി തന്നെ വെള്ളിയിലും ഇപ്പോൾ ഹോൾമാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ബിസിനസ്സാണ് ഇപ്പോൾ ആകാശം ചെയ്യുന്നത്. അപ്പോൾ ആകാശമാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി യൂത്താണ്. ഗൗല നമ്മുടെ
യൂത്ത് വിങ്ങിലേക്കൊക്കെ തന്നെ സജീവമായിട്ട് എല്ലാ മീറ്റിങ്ങിലും വരുന്ന പയ്യനാണ് ആകാശ്. അപ്പോൾ ആകാശിനെ ഇനി നമുക്ക് ഈ ബിസിനസ്സുമായിട്ട് എല്ലാ രീതിയിലും എല്ലാവരും സഹകരണം ഉണ്ടാവണം. ഈ കുടുംബത്തിനും ആകാശിനും ഒക്കെ തന്നെ ഞങ്ങളുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണിത്. അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആകാശിനോട് എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഇന്ന് ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞാൽ യുവതലമുറയിലെ ശ്രദ്ധേയ നർത്തകി ഊർമിള മുല്ലപ്പള്ളിയുടെ ഭരതനാട്യം ഡിസംബർ 14 6:30 സാഹിത്യ അക്കാദമി ഹാളിൽ അരങ്ങേറുമെന്ന് പ്രസിഡന്റ് TR രാജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ കുട്ടനെല്ലൂർ മുല്ലപ്പള്ളി ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ ഇളയതിന്റെയും ഇന്ദിരാദേവിയുടെയും മകളായ ഊർമിള 25 വർഷമായി നൃത്തപരിചയമുണ്ട്. വാർത്താസമ്മേളനത്തിൽ ഊർമിള മുല്ലപ്പള്ളി, TR രാജു, NN കൃഷ്ണൻ, വിനോദ്, ഉണ്ണികൃഷ്ണൻ ഇളയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാടക്കത്ര സ്വദേശി ബിജുവിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധനസഹായം കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകുന്ന 25,000 രൂപയുടെ ചെക്ക് ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് സുഭാഷ് CT, സെക്രട്ടറി ഫിലിപ്സ് P. ജോസ്, ട്രഷറർ സുനിൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ സുരൻ NC, ശങ്കരനാരായണൻ, വേണുഗോപാൽ, രാധാകൃഷ്ണൻ, ജില്ലാ കൌൺസിൽ അംഗം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. സെൻട്രൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സ്റ്റേറ്റ് കോൺഫറൻസ് ഡിസംബർ 13, 14 തീയതികളിൽ ഗുരുവായൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 ജനറൽ സെക്രട്ടറി CH വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രസിഡന്റ് MM അൻസാരി അധ്യക്ഷം വഹിക്കും. K ശശിധരൻ മുഖ്യാതിഥിയായിരിക്കും. 14 പ്രസിഡന്റ് AR സുജിത് രാജു ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടികളിൽ ചർച്ചകൾ നടക്കും. 15 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ CH വെങ്കിടാചലം, TJ പ്രദീപ്, G അനിൽകുമാർ, RT യാദവ്, CK ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ അംഗത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹായധനം കൈമാറി. തൃക്കൂർ പൊന്നൂക്കര യൂണിറ്റിൽ ഉൾപ്പെട്ട തൃക്കൂർ മുട്ടൻസിൽ ഏജൻസീസ് എന്ന സ്ഥാപനം നടത്തുന്ന ജെറിക്കാണ് ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള 1,50,000 രൂപ ചികിത്സാ ആനുകൂല്യം കൈമാറിയത്. ജില്ലാ സെക്രട്ടറിയും ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ബിജു എടക്കളത്തൂർ റിജിക്ക് തുക കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രഹാസൻ KVയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ജിനിൻ കുണ്ടോളി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫിലോ സണ്ണി, ജോഷി വടക്കൻ, ജോൺസൺ മാടാനി, യൂണിറ്റ് ട്രഷറർ ജാക്സൺ CJ തുടങ്ങിയവർ പങ്കെടുത്തു. കുഴഞ്ഞു വീണ് മരിച്ചു. കല്ലൂർ കാവലൂർ വീട്ടിൽ വിജിത്താണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. അച്ഛൻ പരേതനായ വേലായുധൻ, അമ്മ വിലാസിനി, ഭാര്യ വിജോമോൾ,
മക്കൾ വിഷ്ണുജിത്ത്, വിശ്വജിത്ത്. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശനിയാഴ്ച വോട്ടെണ്ണുന്നു. ചങ്കിടിപ്പോടെ സ്ഥാനാർത്ഥികളുടെയും അനുയായികളുടെയും കാത്തിരിപ്പ് അവസാനിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. TCV ആസ്ഥാന മന്ദിരം ഡിസംബർ 14-ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.